ഒരു ക്യാമ്പസ് പ്രണയം ഭാഗം 2. അവരങ്ങനെ ക്ലാസ്സിലേക്ക് ചെന്നു. വലിയ ക്ലാസ് റൂമാണ്. ഒരുപാട് സഹപാഠികളുമുണ്ട്. അവരോടെല്ലാം അവർ സംസാരിക്കാൻ ചെന്നപ്പോൾ തന്നെ ക്ലാസ്സിലേക്ക് മിസ് കയറി വന്നിരുന്നു. മിസ്സിനെ കണ്ടതും അവർ ഓടിപ്പോയി സെക്കൻഡ് ക്ലാസ് ബെഞ്ചിലിരുന്നു. കാഴ്ചകളെല്ലാം കണ്ടു വന്നപ്പോൾ സമയം പോയത് അവർ അറിഞ്ഞില്ല. എൻ്റെ പേര് നീതു. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഞാൻ നിങ്ങളെ പാരസൈറ്റോളജിയാണ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വിഷയമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ ടീച്ചർ ഇതിൻ്റെ പല പല ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൂടാതെ അതെ, ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്. കോളേജാണെന്ന് വെച്ച് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ സീനിയേഴ്സ് പലതും കാണിക്കും. അത് കണ്ട് ആരും വല്ല തോന്നിവാസവും കാണിച്ച അപ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താണ്. ആർക്കും ആ പറഞ്ഞത് അത്ര പിടിച്ചില്ല. ഒരു നീണ്ട നേരത്തെ പറച്ചിൽ കഴിഞ്ഞ് അവരെല്ലാവരെയും പരിചയപ്പെട്ടു. നല്ല അഹങ്കാരമുണ്ടെന്ന് തോന്നുന്നു മിസ്സിന്, മീര ഗൗരിയോട് പറഞ്ഞു. അതുമാത്രമോ, കൂടെ 1.5 കിലോ കുട്ടിയും. ഗൗരി മറുപടി കൊടുത്തു. അതു ശരി, അല്ലാണ്ട് പിന്നെ ആദ്യത്തെ ദിവസമല്ലേ, സ്റ്റുഡൻസിനോട് കുറച്ചൊക്കെ മര്യാദയ്ക്ക് സംസാരിച്ചു കൂടെ ഇവർക്ക്. സ്ട്രിക്റ്റ് ആണ് പോലും. അതു ശരിയാ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കുമോ എന്തോ, മീര ഒന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു നേരത്തിനു ശേഷം ബെല്ലടിച്ചതും അവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബാക്കിയുള്ളവരെ പരിചയപ്പെടാനായി പോയി. അപ്പോഴാണ് ഒരു 4 പേരടങ്ങുന്ന ഒരു ഗ്യാങ് അവരുടെ അടുത്തേക്ക് വന്നത്. ഹലോ, നിങ്ങളുടെ പേരെന്താ? ആ ഗ്യാങ്ങിലെ ഒരു കുട്ടി അവർക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാൻ മീര, ഇവൾ ഗൗരി. മീരയാണ് മറുപടി കൊടുത്തത്. നിങ്ങളുടെയോ? ഞാൻ ആര്യ, ഇവൾ പ്രിയ, ഇത് അർച്ചന, ഇത് അനഘ. ഓരോരുത്തരെയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി. ഗൗരിയാണെങ്കിൽ എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആര്യാണെങ്കിൽ പൊക്കം കുറഞ്ഞ് ഷോർട്ട് ഹെയർ ഉള്ള കുട്ടി. പ്രിയ ആണെങ്കിലോ സ്പെക്സ് വെച്ചിട്ടുണ്ട്, പക്ഷെ ആള് നല്ല ക്യൂട്ടാണ്. അർച്ചനയാണെങ്കിൽ നല്ല ഐശ്വര്യമുള്ള ഒരു നാടൻ കുട്ടി. അലകിയുടെ നല്ല ചിരിയാണ്. നിങ്ങൾ 4 പേരും മുന്നേ പരിചയമുണ്ടോ? ഗൗരി വളരെ ആകാംക്ഷയോടെയാണത് ചോദിച്ചത്. അനഘ: ആ, പിന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയുന്നവരാണ്. ഇവിടെ ഒരുമിച്ച് വന്ന് അഡ്മിഷൻ എടുത്തതാ. ഓ നൈസ്. ഞങ്ങളാണെങ്കിൽ ഇപ്പൊ വന്ന വഴിയാ പരിചയപ്പെട്ടത്. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ: നിങ്ങൾ എങ്ങനെയാ, ഈ കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ? മീര: കോളേജൊക്കെ അടിപൊളിയാണ്, പക്ഷെ നീതു മിസ്സിനെ ഇവൾക്ക് അത്ര പിടിച്ചിട്ടില്ല. അർച്ചന: ആ, ബെസ്റ്റ്. അത് തന്നെ ഞങ്ങളും പറയുമായിരുന്നു. എന്ത് സാധനമാണല്ലേ, കോളേജ് ആയല്ലോ, നല്ല ഫ്രീഡത്തിൽ നടക്കാലോ എന്നൊക്കെ പറഞ്ഞു വന്നതാ. ഇപ്പോ ദേ. ആര്യ: എടി, അങ്ങനെയൊന്നുമില്ല. അത് ന്യൂ സ്റ്റുഡൻസ് വരുമ്പോൾ എല്ലാ ടീച്ചേഴ്സും പറയുന്നതല്ലേ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. നമ്മുടെ സീനിയേഴ്സ് തന്നെ കണ്ടില്ലേ. അർച്ചന: ആ, അത് ശരിയാ. അങ്ങനെ അവർ കുറച്ചു നേരം പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. പരിചയപ്പെട്ടിട്ട് കുറച്ചു നേരം ആയുള്ളെങ്കിലും അവരെല്ലാം സെയിം വൈബായിട്ട് അവർക്ക് തോന്നി. അതുകൂടാതെ അവർ പെട്ടെന്ന് തന്നെ കൂട്ടാവുകയും ചെയ്തു. പെട്ടെന്നാണ് മറ്റൊരു പെൺകുട്ടിയെ ഗൗരി ശ്രദ്ധിച്ചത്. മുടിയൊക്കെ കളർ ചെയ്ത് ഭയങ്കര മോഡേൺ ആയിട്ടാണ് ആള് ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുന്നത്. ഗൗരി അവളെ നോക്കി ചിരിച്ചതും അവൾ കാണാത്ത മട്ടിൽ മുഖം തിരിച്ചു. അത് കണ്ടതും ഗൗരിക്ക് എന്തോ പോലെ തോന്നി. ഗൗരി: അഹങ്കാരിയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, നല്ല അഹങ്കാരിയാണ്. ഞങ്ങൾ വന്നപ്പോൾ മിണ്ടാൻ ചെന്നതാ.
വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. അനഘ പറഞ്ഞു. മീര, അവളുടെ പേരെന്താ? പ്രിയ, ഏമി, അങ്ങനെ എന്തോ ആണ്. അല്ല, അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ വരാൻ വൈകിയത്? മീര, അത് ഞങ്ങൾ ഇവിടെ മൊത്തം നോക്കി നോക്കി വന്നപ്പോ വൈകിയതാണ്. ഇവിടെ കുറെ സീനിയർ ചേട്ടന്മാരുണ്ടല്ലോ. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ, ആ പിന്നെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ഗ്യാങ്? മീര, ആ ഞങ്ങൾ കണ്ടായിരുന്നു. അതിലൊരുത്തനില്ലേ അരുൺ, കോളേജ് ക്രഷാണെന്നാ കേട്ടെ. അനഘ, നല്ല രസമില്ലേ പുള്ളിനെ കാണാൻ? എന്തായാലും ഇവിടെ തന്നെ വന്നത് നന്നായി. ആ പിന്നെ നല്ല സുന്ദരനാണ്. ഞാൻ കുറച്ചു നേരം നോക്കി നിന്നായിരുന്നു. ആര്യ പറഞ്ഞു. അവനെ പറ്റി പറഞ്ഞതും നാണം കൊണ്ട് ഗൗരിയുടെ ചുണ്ടിൽ ചെറുതായി ചിരി വിരിഞ്ഞു. അതവർ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. എന്താ മോളെ ഒരു കള്ളച്ചിരിയൊക്കെ? എന്താ വല്ല ക്രഷും അടിച്ചോ? ആര്യ ഗൗരിയെ നോക്കി കളിയാക്കിക്കൊണ്ടത് പറഞ്ഞതും അവൾക്ക് പിന്നാലെ മീരയും തുടർന്നു. അതെനിക്ക് തോന്നി. വന്ന വഴി സീനിയർ ചേച്ചിയുടെ അടുത്ത് പുള്ളിയെ പറ്റി തിരക്കുന്നുണ്ടായിരുന്നു ഇവൾ. പ്രിയ, എന്താ മോളെ ഫസ്റ്റ് സൈറ്റിലപ്പോ മറ്റോ അടിച്ചോ? അങ്ങനെയൊന്നുമില്ലടി. എല്ലാവരും പുള്ളിയെ തന്നെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോ ഒരാകാംക്ഷ, അത്ര തന്നെ. ഉവ്വ ഉവ്വ. അവരെല്ലാവരും കൂടെ ഗൗരിയെ കളിയാക്കി. ശരിക്കും പറഞ്ഞാൽ ഗൗരിക്ക് അവനോട് ചെറിയൊരു ക്രഷൊക്കെ തോന്നിയിരുന്നു. മീര, പിന്നെ അവന്മാർ റാഗ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞതല്ലേ? ഗൗരി, അവന്മാർ ഇങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവളത് പറഞ്ഞതും ബാക്കിയുള്ളവർ എല്ലാം നന്നായി പേടിച്ചിരുന്നു. അർച്ചന, എടി വേണ്ട വേണ്ട, വെറുതെ സീനാവും. അവന്മാർ ഇവിടത്തെ മെയിനാണെന്നല്ലേ പറഞ്ഞത്? നമ്മളാണെങ്കിൽ ഇന്ന് വന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരും നമ്മുടെ കൂടെ നിൽക്കില്ല. ഗൗരി, പിന്നെ അങ്ങനെ അങ്ങ് പേടിക്കാൻ പറ്റുമോ? അവന്മാർ ഇങ്ങ് വരട്ടെ, നമുക്ക് നോക്കാം. ഗൗരിയാണെങ്കിൽ എന്താടി എന്ന് ചോദിച്ചാൽ എന്താടെന്ന് ചോദിക്കുന്ന സ്വഭാവക്കാരിയാണ്. അവന്മാർ എങ്ങാനും വന്നാൽ മിക്കവാറും നല്ലൊരു ഫൈറ്റ് നടക്കും. ഗൗരി, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അത് പിന്നെ അത് വേണോ? മീര ഒന്ന് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി, ഓഹോ, നിങ്ങൾ കൊള്ളാലോ. ഷേ, മോശം. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ ധൈര്യം വേണം കേട്ടോ. അവർ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒന്ന് ഓർത്തു നോക്കി, നാണക്കേട്. ഗൗരി അവരെ ഒന്ന് ചൊടിപ്പിക്കാനാണത് പറഞ്ഞത്. ആര്യ, ഓ, ആര് പറഞ്ഞു ധൈര്യമില്ലെന്ന്? ഫസ്റ്റ് ഡേ തന്നെ ഷോ കാണിക്കാൻ പറ്റുമോ? അതല്ലേ? ഗൗരി, ഓ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ മതി. അവർ വരട്ടെ, നമുക്ക് നോക്കാം. അങ്ങനെ അവർ കുറച്ചു നേരം എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. 4 പേരുണ്ടായ ഗ്യാങ് ഇപ്പോ 6 പേരുള്ളതായി മാറി. പെട്ടെന്നാണ് ബെല്ലടിച്ചത്. അവർ അപ്പോൾ തന്നെ അവരുടെ സീറ്റിൽ കയറിയിരുന്നു. അടുത്തതായി വന്നത് ഒരു സാറായിരുന്നു. ആളുടെ പേര് ദിനേശ്. ഡെവലപ്മെന്റ് ആൻഡ് സെൽ ബയോളജിയാണ് അയാൾ എടുക്കുന്ന സബ്ജക്റ്റ്. ആളുടെ കൂളും ഫ്രണ്ട്ലിയുമായുള്ള സംസാരം കാരണം എല്ലാവർക്കും സാറിനെ നന്നായി ഇഷ്ടപ്പെട്ടു. ആൾ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ക്ലാസ് മനോഹരമാക്കി. ഗൗരിയാണെങ്കിൽ ജനലിന്റെ അടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശിയതും അവളുടെ കണ്ണുകൾ ജനലിലൂടെ പുറത്തേക്ക് പോയി. തണുത്ത കാറ്റും കിളികളുടെ മധുരമായ ശബ്ദങ്ങളും അവളെ അങ്ങോട്ട് വല്ലാതെ ആകർഷിച്ചു. ജനലിന്റെ താഴേക്ക് നോക്കിയാൽ കാണുന്നത് നീണ്ടു കിടക്കുന്ന വലിയ ഗ്രൗണ്ടാണ്. അവിടെ കുറേ ചേട്ടന്മാർ നിന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അതിലൊരുവരിലേക്ക് അവളുടെ ശ്രദ്ധ തിരിഞ്ഞത്. ഓടുന്ന സമയമെല്ലാം അവന്റെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് ശരിക്കും അവരിൽ ആകർഷണീയത കൂടുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ അരുൺ തന്നെയാണ്. ഷെടാ, ഇവനോ? എവിടെ നോക്കിയാലും ഇവൻ തന്നെയാണല്ലോ, അവൾ മനസ്സിലാലോചിച്ചു. 3ാം നിലയിലായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ആളെ മനസ്സിലായത്. ഷോ, കൃത്യം ഈ സീറ്റിൽ വന്ന് തന്നെ ഇരുന്നല്ലോ. ഇനി എല്ലാ ദിവസവും അവനെ കാണേണ്ടി വരും. താൻ
മറ്റൊന്നിനും വന്നതല്ല, പഠിക്കാൻ വന്നതാണെന്ന് അവൾ അവളെ തന്നെ ഓർമ്മിപ്പിച്ചു. ഓഹോ, നീ ഇപ്പോഴും ഇവനെ തന്നെ നോക്കിയിരിക്കാണോ? മീര വന്ന് നോക്കിയപ്പോ കാണുന്നത് ഗ്രൗണ്ടിൽ നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിയെയാണ്. ഗൗരി, ഒന്ന് പോയേടി, ഞാൻ ചുമ്മാ ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോ കണ്ടതാ. മീര, നിനക്കിനി സുഖമായല്ലോ, ക്ലാസ്സിലിരിക്കുമ്പോഴും കണ്ടോണ്ടിരിക്കാലോ. ഡി ഡി ഡി, നീ എന്റെ കയ്യിന്ന് വാങ്ങും കേട്ടോ. ഗൗരിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നിരുന്നു. അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് ആര്യ അങ്ങോട്ടേക്ക് വന്നു. എന്താണ് ഇവിടെ പ്രശ്നം? അത് കേട്ട് ബാക്കി 3 പേരും കൂടി വന്നു. മീര, ഒന്നുമില്ലടി, ഇവൾ പിന്നെയും ആ ചെക്കനെ തന്നെ നോക്കിയിരിക്കുക. നോക്കിയിരുന്നൊന്നുമല്ലടാ, ഞാൻ ഇതിലൂടെ ജസ്റ്റ് പുറത്തേക്ക് നോക്കിയപ്പോ അവരവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു, അതാണ് അവളീ പറയുന്നത്. പ്രിയ, ആണോ? നിങ്ങൾ 2 പേരും വന്നപ്പോ തന്നെ ഇങ്ങനെ തല്ലുകൂടി എങ്ങനെയാ? അനക, അതൊക്കെ പോട്ടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വരാം, എല്ലാം ഒന്ന് ചുറ്റിക്കാണാം. മീര, ആ നമുക്ക് പോവാം. അതും ശരി വെച്ച് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അത് ലഞ്ച് ബ്രേക്കിന്റെ ടൈം ആയിരുന്നു. അവർ 6 പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് വരാന്തയിലായി നിൽക്കുന്ന ഏനിയും ഫ്രണ്ട്സിനെയുമാണ്. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ജാടയായിട്ട് അവർക്ക് തോന്നി. ആരും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവർ അവരെയും ശ്രദ്ധിക്കാതെ നേരെ നടന്നു. 3-ാം നിലയിലായിരുന്നു അവരുടെ ക്ലാസ്. ഓപ്പോസിറ്റായി മറ്റൊരു ബിൽഡിങ്ങും ഉണ്ട്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെങ്കിലും അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാൻ അപ്പുറത്തെ സൈഡ് വഴി കയറണം. ആ ഭാഗം ശരിക്കും 4 കെട്ട് പോലെയാണ് ഇരിക്കുന്നത്. അവർ സ്റ്റെപ്പിലൂടെ താഴേക്കിറങ്ങുമ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിലെ ക്ലാസ് റൂംസ് എല്ലാം കാണാൻ കഴിയും. താഴേക്ക് ചെന്നതും അവർ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവർ ക്ലാസിന്റെ ഭാഗത്തു നിന്ന് മാറി ഗാർഡന്റെ ഭാഗത്തേക്ക് നടന്നു. പോകുന്ന വഴിയെല്ലാം ഒരുപാട് വാഗമരങ്ങൾ നിറഞ്ഞിരുന്നു. ഗാർഡനിലാണെങ്കിൽ ഡിഫറൻ്റ് ആയ പൂക്കളും ചെടികളും കൊണ്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആയിരുന്നു. പ്രിയ, ഇവിടെ ഫുൾ കപ്പിൾസ് ആണല്ലോ. മീര, ശരിയാ, കുറേ ഉണ്ട്. അല്ല, അത് പോട്ടെ, നിങ്ങളൊക്കെ കമ്മിറ്റഡ് ആണോ? ആര്യ, ഞാനുമല്ല, ദാ ഇവർ 2 പേരുമാണ്. അനക അർച്ചനയും പ്രിയയും നോക്കിക്കൊണ്ട് അത് പറഞ്ഞു. ഗൗരി, ആണോ? എത്ര നാളായി? അർച്ചന, ഞങ്ങളുടെ ഇപ്പോ 4 years ആവുന്നു. +1 പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. വീട്ടിലെല്ലാം അറിയാം അവൻ്റെയും. ഗൗരി, ആണോ? നൈസ്. നിന്റെയോ പ്രിയ? പ്രിയ, ഞങ്ങളീ അടുത്ത് സെറ്റായതാണ്. ആര്യ, നമുക്കൊന്നും ആരുമില്ലേ? കുഴപ്പമില്ല, എവിടെയെങ്കിലും ആരെങ്കിലും കിട്ടുമായിരിക്കും. മീര, ആ അത് ശരിയാ, ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്, ആരെങ്കിലൊക്കെ വളയ്ക്കണം. അല്ല, നീയോ ഗൗരി? നീ എന്തൊന്നും മിണ്ടാത്തെ? അർച്ചന ഗൗരിയോട് ചോദിച്ചു. ഗൗരി, എനിക്ക് അങ്ങനത്തെ മൈൻഡൊന്നുമില്ലടാ. ആര്യ, ഷോ, നല്ല കൊച്ച്, ഇവിടുന്ന് പോകുമ്പോഴും ഇത് തന്നെ പറഞ്ഞാ മതി. പ്രിയ, ഇവിടെ തന്നെ നിന്നാ മതിയോ? നമുക്കൊന്ന് ക്യാൻറ്റീനിലോട്ട് പോയിട്ട് വരാം. ആ വാ. അവർ അങ്ങനെ ക്യാൻറ്റീനിലോട്ട് നടന്നു. ക്യാൻറ്റീനും ആ കോളേജിലെ സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഫ്രീ ടൈമിലും ക്ലാസ് കട്ട് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസ് അവിടെ വന്നിരിക്കും. ആ ക്യാൻറ്റീനിൽ ഒരു പ്രത്യേക വൈബാണ്. അവിടെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൂടെ അരുണിന്റെ ഗ്യാങ്ങിലുള്ള ചിലവരും. മീര, ദേ അത് മറ്റേ ഗ്യാങ്ങിൽ കണ്ട അവന്മാരല്ലേ, നമ്മളെ വിളിക്കുമോ? ഗൗരി, പിന്നെ ഇവിടെ വെച്ചല്ലേ വിളിക്കുന്നേ, നീ വന്നേ. അവർ അവരെയും നോക്കിക്കൊണ്ട് അവിടെ പോയിരുന്നു. പ്രിയ പോയി അവർ 6 പേർക്കും ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു. ശേഷം അവരെയും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. മീര, അവൻ മാത്രമല്ല
ഇവന്മാരും കൊള്ളാട്ടോ. ഗൗരി: ഷേ, നിനക്കൊക്കെ ഈ വിചാരം മാത്രമേ ഉള്ളോ? എപ്പോ നോക്കിയാലും ഇത് തന്നെ. മീര: അങ്ങനെ ഒന്നുമില്ലടി, ചുമ്മാ ജസ്റ്റ്. ഗൗരി: ആദ്യം കണ്ടപ്പോ ഞാൻ കരുതി നല്ല ഡീസന്റ് ആണെന്നാ, ഇപ്പോഴല്ലേ മനസ്സിലായ താനി സ്വഭാവം. മീര: പൊടി, ഞാൻ അങ്ങനെയൊന്നുമല്ല. ഗൗരി: അയ്യോ പിണങ്ങിയോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ മോളെ, നീ ഡീസന്റാ. മീര അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. അവർ പരിചയപ്പെട്ടിട്ട് കുറച്ചായുള്ളെങ്കിലും അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം വളർന്നിരുന്നു. അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം അവർ പോകാൻ ഒരുങ്ങിയതും ക്യാൻറ്റീനിലെ ശാന്ത ചേച്ചി അവരോട് സംസാരിക്കാനായി വന്നു. നിങ്ങളെല്ലാം ന്യൂ സ്റ്റുഡൻസ് ആണോ? അല്ല, ഇവിടെ മുന്നേ കണ്ടിട്ടില്ല. അതേ ചേച്ചി, പ്രിയ പറഞ്ഞു. ആര്യ: ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ശാന്ത. ഇതാണ് ക്യാൻറ്റീനിലെ ശാന്ത ചേച്ചി. കോളേജിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും അവരുടെ സ്വന്തം ചേച്ചിയെ പോലെയാണ് ഇവരെ കാണുന്നത്. ആളെല്ലാവരുമായി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. മിക്കവരും അവരുടെ ലവ് സ്റ്റോറിയും കോളേജിൽ നടക്കുന്ന ഇഷ്യൂ, ഫൈറ്റ് ഒക്കെ അവരോട് ഷെയർ ചെയ്യും. അവരും പെട്ടെന്ന് തന്നെ ചേച്ചിയായി കൂട്ടായി. അവിടെ നിന്ന് സമയം പോയതറിഞ്ഞില്ല. അപ്പോഴേക്കും ബെല്ലടിച്ചു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഷേ, കഷ്ടമായി പോയി. ലൈബ്രറിയിലൊന്നും കയറാനേ പറ്റിയില്ല. അർച്ചന ഒന്ന് നെറ്റിച്ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. എടി, അതിന് സമയമുണ്ടല്ലോ, നാളെ പോവാം നമുക്ക്. ശേഷം അവർ ബാഗെല്ലാം പാക്ക് ചെയ്യാൻ ആയി ക്ലാസ്സിലേക്ക് തിരികെ പോയി. സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി വന്നു. താഴെ എത്തിയതും നല്ല മഴക്കാറുണ്ടായിരുന്നു. ഗൗരി വേഗം കുടയെടുത്ത് കയ്യിൽ പിടിച്ചു. ഗൗരി: എടാ, നല്ല മഴക്കാറുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ കയ്യിൽ കുടയില്ലേ? ആര്യ: ആ ഉണ്ടടാ. നീ അങ്ങോട്ട് ഒറ്റയ്ക്കാണല്ലേ, ഞങ്ങൾ അവിടം വരെ വരണോ? ഗൗരി: ഏയ്, അത് വേണ്ട, ഞാൻ പോയിക്കൊള്ളാം, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. ആര്യയുടെയും പ്രിയയുടെയും അർച്ചനയുടെയും വീട് ഏകദേശം അടുത്തടുത്താണ്. അനഘയുടെ വീട് അവിടെ നിന്ന് കുറച്ചുകൂടി പോകണം. അതുകൊണ്ട് അവർ 4 പേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. അവരുടെ കൂടെ മീരയും ഇറങ്ങി. എന്നാ ശരിടാ, നാളെ കാണാം, ഇനി നിന്ന ബസ് പോവും. അവർ ഗൗരിയോട് യാത്ര പറഞ്ഞ് കൊണ്ട് അവിടെ നിന്നിറങ്ങി. അവൾ അങ്ങനെ അവരോടും തിരിച്ച് യാത്ര പറഞ്ഞു പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് മഴയ്ക്ക് മുൻപ് അരുണും അവൻ്റെ ഫ്രണ്ട്സും ബൈക്കിൽ ട്രിപ്പിൾ അടിച്ച് പോകുന്നത് അവൾ കണ്ടത്. അവനെ കണ്ടതും അവളുടെ ഉള്ളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൾ അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നേരെ നടന്നു. ഇത്രയും നേരം അവർ കൂടെ ഉണ്ടായി. പെട്ടെന്ന് അവരെല്ലാം പോയി. അവൾക്ക് എന്തോ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. ഷോ, ഇനി നാളെ വരെ വെയിറ്റ് ചെയ്യണമല്ലോ അവരെ കാണാൻ. നീ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ആവോ? അവളാണെങ്കിൽ ഇന്നാണ് ആദ്യമായി ഹോസ്റ്റലിലേക്ക് പോകാനായി പോകുന്നത്. അവർ പോയതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലൂടെ ആയിരുന്നു അവൾക്ക് പോകേണ്ടത്. അവൾ അങ്ങനെ ആ വഴിയിലൂടെ നടന്നു. അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. കോളേജ് ജീവിതം തുടക്കം കുറിച്ച ഗൗരിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവർ പറഞ്ഞതുപോലെ അവന്മാർ റാഗ് ചെയ്യാൻ വന്നാൽ ഇവരെങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? അതറിയാൻ തുടർന്ന് കേൾക്കൂ ഒരു ക്യാമ്പസ് പ്രണയം.